Hello everyone, welcome to LitLab Learning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്നാണ് കൺസിഡറേഷൻ എന്താണ്. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് റിട്ടേൺ എന്നാണ് കൺസിഡറേഷനെ കുറിച്ച് നമ്മൾ പറയുക അല്ലേ. സംതിങ് ഇൻ റിട്ടേൺ, എന്തെങ്കിലും പ്രതിഫലമായി കിട്ടുന്നത് എന്നാണ് നമ്മൾ കൺസിഡറേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഓഫ് വാല്യൂ, which the promise has gives or to promise to give in return for the promise does not mean the payment of money only. ഒരു പ്രോമിസ് വെക്കുമ്പം നമുക്ക് റിട്ടേൺ ആയി കിട്ടുന്ന കാര്യത്തിനാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുക. പക്ഷെ അതൊരു മണിയെ മാത്രമല്ല, ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്നത് മാത്രം നമ്മളൊരു കൺസിഡറേഷൻ പറയില്ല. ഒരു മണി മാത്രമല്ല ഒരു കൺസിഡറേഷൻ, പൈസ മാത്രമല്ല, വേറെ എന്തെങ്കിലും ഒരു സാധനമാവാം, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആവാം. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നതിനാണ്, ഒരു പ്രോമിസ് വെക്കുമ്പോൾ അവിടെ റിട്ടേൺ ആയി കിട്ടുന്നതിനാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. എന്താണ് ഒരു വാലിഡ് കൺസിഡറേഷൻ ആവാനുള്ള ഒരു ലീഗൽ റൂൾസ് എന്തൊക്കെയാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. നമ്മുടെ പ്രോമിസർ, ഹു ഈസ് പ്രോമിസർ? ഓഫർ വെക്കുന്ന ആളാണ് പ്രോമിസർ. ഈ ഓഫർ വെക്കുന്ന ആള്, ഈ പ്രപ്പോസൽ വെക്കുന്ന ആളാണ് പ്രോമിസർ. ഈ പ്രോമിസറിന്റെ ഡിസയറിനനുസരിച്ചാണ് ഈ കൺസിഡറേഷൻ മൂവ് ചെയ്യുന്നത്. അതായത് പ്രോമിസർക്ക് എന്താണോ താല്പര്യം, അയാൾക്ക് എന്താണോ ആവശ്യം, അല്ല എന്താണോ താല്പര്യം, അതിനനുസരിച്ചാണ് ഈ എന്ത് പോകുന്നത്, കൺസിഡറേഷൻ മൂവ് ചെയ്യുന്നത്. അവരുടെ ഇഷ്ടപ്രകാരമാണ്, ഈ പ്രോമിസറിന്റെ ഇഷ്ടപ്രകാരമാണ് ഈ കൺസിഡറേഷൻ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ കൺസിഡറേഷൻ മേ മൂവ് ഫ്രം promisee or any other person. അതേമാതിരി ഈ പ്രോമിസിക്കും ഈ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കും ഈ കൺസിഡറേഷൻ മൂവ് ചെയ്യും. തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡറേഷൻ കൊടുക്കും. ഓക്കെ, then consideration may be past, present or future. Consideration may be past. പാസ്റ്റിന് കൺസിഡറേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു, മുമ്പ് ഒരു കാര്യം ചെയ്തു, അങ്ങനെയാണെങ്കിലും അതിന് കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കും. എൻ്റെ പ്രസന്റ് ആണെങ്കിലും ഓക്കെ ആണ്, ദെൻ ഫ്യൂച്ചർ ആണെങ്കിലും ഓക്കെ ആണ്. പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാൾ കുറച്ച് മുന്നേ, ഒരു മാസം മുന്നേ ഒരു കാര്യം ചെയ്തു, അതിന് പകരമായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. ആ കാര്യത്തിന് പകരമായിട്ട് നീ ഈ ഒരു കാര്യം എനിക്ക് ചെയ്തു തന്നോ എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്റ്റ്, ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നതിനാണ് അതും ഒരു കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കപ്പെടും. മുമ്പ് കഴിഞ്ഞ ഒരു കാര്യം വെച്ചിട്ട് ഒരു എഗ്രിമെന്റ് നമുക്ക് എഴുതാം. പ്രസന്റിൽ ഇപ്പോഴും നമുക്കൊരു കൺസിഡറേഷൻ ഇപ്പം കൊടുത്തു, ഈ സമയത്ത് കൊടുത്തു, എന്നിട്ട് നമുക്ക് അതൊരു എഗ്രിമെന്റോ ഒരു ഓഫറോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. ദെൻ ഫ്യൂച്ചറിൽ ഒരു മാസം കഴിഞ്ഞിട്ട് അല്ല ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് അതിനുള്ള ഒരു റിട്ടേൺ തരാം, ഈ കോൺട്രാക്റ്റിനുള്ള ഒരു എഗ്രിമെന്റിനുള്ള റിട്ടേൺ കൺസിഡറേഷൻ അന്നേരം തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്യൂച്ചറിൽ തരാമെന്ന് പറഞ്ഞാലും അതൊരു കൺസിഡറേഷൻ ആയിട്ട് തന്നെ കണക്കാക്കപ്പെടും. ഓക്കെ, ദെൻ കൺസിഡറേഷൻ need not be adequate. It must be real and not illusionary. എന്താണ്? റിയൽ ആയിരിക്കണം. ഒരു റിയൽ ആയിട്ടുള്ള ഒരു സാധനത്തിന് വെച്ചിട്ട് ഇല്യൂഷണറി ആയിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ട്, ഒരു ഇല്യൂഷണൽ കാര്യം വെച്ചിട്ട് നമ്മൾ അതൊരു കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കപ്പെടില്ല. ഒരു റിയൽ ആയിട്ടുള്ള, നമുക്ക് മനസ്സിലാവണേ, നമുക്ക് റിയൽ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമായിരിക്കണം കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ. കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ ആയിരിക്കും. ലോഫുൾ കൺസിഡറേഷൻ ആയിരിക്കണം, എന്നാൽ മാത്രമേ അതൊരു വാലിഡ് കൺസിഡറേഷൻ ആവുള്ളൂ. നിയമം അംഗീകരിച്ചിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആയിരിക്കണം. ഓക്കെ, ദീസ് ആർ ദ വാലിഡ് കൺസിഡറേഷനുള്ള കുറച്ച് എസെൻഷ്യൽ റൂൾസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി എന്താണ് കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ? ഈ കൺസിഡറേഷൻ ഇല്ലാണ്ടും കോൺട്രാക്ട് എന്ന് പറയും ചില സിറ്റുവേഷൻസിൽ മാത്രം. ഓക്കെ, കൺസിഡറേഷൻ അവിടെ ഇല്ലെങ്കിലും അതൊരു കോൺട്രാക്റ്റായി മാറും. അങ്ങനെ കൺസിഡറേഷൻ ഇല്ലാത്ത കുറച്ച് സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ. The general rule is that no consideration is no contract. ഒരു ജനറൽ ആയിട്ടുള്ള റൂൾ എന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അവിടെ ഒരു കോൺട്രാക്ട് ഇല്ല എന്നാണ്. പക്ഷെ ചില സിറ്റുവേഷൻസിലാണ് അവിടെ അത് മാറി വരുന്നത് അല്ലേ. The consideration is essential rule for valid contract. The promise without consideration is null and void ആണ്. നമ്മൾ മുന്നേ പഠിച്ച മാതിരി ഒരു വാലിഡ് കോൺട്രാക്ട് ആവണമെങ്കിൽ അവിടെ കൺസിഡറേഷനും വേണം, അവിടെ ഒരു പ്രോമിസും വേണം. പക്ഷെ അതില്ലാത്ത സിറ്റുവേഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം അല്ലേ. The promise made on account of nature of love and affection. ഒരു ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരു പ്രപ്പോസൽ വെക്കാണ്. അപ്പോൾ അവിടെ
കൺസിഡറേഷൻ കിട്ടിയാൽ മാത്രമേ ഞാൻ നിന്നെ സ്നേഹിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇതുണ്ടോ? എനിക്ക് തിരിച്ച് നീ എന്തെങ്കിലും തന്നാൽ മാത്രമേ ഞാൻ നിന്നെ സ്നേഹിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അങ്ങനെ ഒരു ഇതില്ലല്ലോ അല്ലെ? ഒരു ഹസ്ബൻഡ് വൈഫും തമ്മിൽ അങ്ങനെ ഒരു ഇത് വരില്ല. അങ്ങനെ പറയുന്ന സിറ്റുവേഷനിൽ അവിടെ കൺസിഡറേഷൻ ആവശ്യമില്ല. ദെൻ പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ വോളണ്ടറി സർവീസ്. അതെന്ന് വെച്ചാൽ ബി ഫൈൻഡ് എ പേഴ്സ് ആൻഡ് ഗിവ് ടു ബി ഫൈൻഡ് എ പേഴ്സ്. എന്റെ പേഴ്സ് ബിക്ക് കളഞ്ഞു കിട്ടി. ദെൻ ഗിവ് ടു എക്ക് കൊടുത്തു. അപ്പൊ എ എന്താക്കി? പ്രോമിസ് ടു ഗിവ് ബി ₹500. ആ കളഞ്ഞു കിട്ടിയതിന് പകരമായിട്ട് എ എന്ത് ചെയ്തു? ബിക്ക് ഒരു ₹500 കൊടുത്തു. അതൊരു ഇഷ്ടത്തോടെ കൊടുത്തതാണ്. അല്ലാണ്ട് അവിടെ ഒരു അഗ്രിമെന്റ് വെച്ചു, അല്ലെങ്കിൽ ഒരു ഓഫർ വെച്ചു, നീ അക്സെപ്റ്റൻസ് നടത്തി, അങ്ങനെയൊന്നുമല്ല അവിടെ എന്ത് വന്നത്? ഒരു ₹500 തിരിച്ചു കൊടുത്തത്. അയാളുടെ ഇഷ്ടത്തോടെ, താല്പര്യത്തോടെ ആ പേഴ്സ് തിരിച്ചു തന്നതിന്റെ ഒരു ഇഷ്ടത്തോടെ തിരിച്ചു കൊടുത്തതാണ് ഒരു ₹500. അത് അവിടെ എന്ത് വേണം? അതൊരു കോൺട്രാക്റ്റ് ആണ്. അവിടെ തിരിച്ചു കൊടുത്തില്ല, പക്ഷെ അവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ടോ? ഇല്ല. ദെൻ അഗ്രിമെന്റ് ടു പേ ടൈം ബെയർഡ് ഡെപ്റ്റ്. ദ അഗ്രിമെന്റ് ടു പേ ടൈം ബെയർഡ് ഡെപ്റ്റ് എന്ന് വെച്ചാൽ എ ഓൺസ് ബി ₹2,000 ബട്ട് ദ ഡെപ്റ്റ് ഈസ് ബെയർഡ് ബട്ട് ദ ലിമിറ്റേഷൻ ആക്ട്. A signs a written promise to pay B ₹500 the amount of the debt. അതായത് എ ബിയും തമ്മിൽ എ ബിനോട് ₹2,000 വാങ്ങി, ഒരു ₹2,000 കടം വാങ്ങി. ആ കടം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല, അതിന്റെ ടൈമിൽ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ എ ബിനോട് പറഞ്ഞു, ഞാൻ ഇതിന് പകരമായിട്ട് ഒരു ₹1,000 കൂടി ഞാൻ നിനക്ക് അഡീഷണലി തരാം. അങ്ങനെ പറയാണ്. പക്ഷെ ബി അത് ആവശ്യപ്പെട്ടിട്ടില്ല. ബി ആദ്യം ആവശ്യപ്പെടാണെങ്കിൽ അത് അവിടെ ഒരു ഓഫറും ഒരു അക്സെപ്റ്റൻസും ഒക്കെ ആയിട്ട് വരും, കോൺട്രാക്റ്റും ഒക്കെ ആയിട്ട് വരും. പക്ഷെ ഇത് എന്റെ ഇഷ്ടപ്രകാരം പറയാണ്, ഞാൻ ഇത് നേരം വൈകി പോയത് കൊണ്ട്, തരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതിന് 1000 കൂടി ഇതിന്റെ എക്സ്ട്രാ ആയിട്ട്, ഇതിന് അഡീഷണലി ആയിട്ട് ഞാൻ തരുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒരു കാര്യം പറയാണ്. അങ്ങനെ ആകുമ്പോൾ ആ സിറ്റുവേഷനും അത് കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കപ്പെടില്ല. ദെൻ കോൺട്രാക്ട് ഓഫ് ഏജൻസി. കോൺട്രാക്ട് ഓഫ് ഏജൻസിന്റെ സിറ്റുവേഷനിലും അവിടെ കൺസിഡറേഷൻ വേണമെന്നില്ല. കൺസിഡറേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് കിട്ടിയില്ലെങ്കിലും അത് അവിടെ ഒരു കോൺട്രാക്ട് ആയിട്ട് തന്നെ മാറും. ദെൻ കംപ്ലീറ്റഡ് ഗിഫ്റ്റ് കിട്ടുന്ന സമയത്തും അവിടെ ഒരു കൺസിഡറേഷൻ കണക്കാക്കൂല. ദെൻ റെമിഷൻ എന്താ? റെമിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കടം കിട്ടാനുണ്ട്, ഒരാളടുത്ത് നിന്ന് കടം തിരിച്ചു കിട്ടാനുണ്ട്, പൈസ കൊടുത്തു അത് തിരിച്ചു കിട്ടാനുണ്ട്, അത് മറ്റേ ആൾക്ക് തിരിച്ചു തരാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. ആ സമയത്ത് ഇയാൾ പറയാണ്, എനിക്ക് നിന്റെ കടം വേണ്ട, ഞാൻ അത് ഒഴിവാക്കി തന്നു, നീ എടുത്തോ, നീ എനിക്ക് തിരിച്ചു തരണ്ടെന്ന് പറഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്യാണ്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്നതിനാണ് റെമിഷൻ എന്ന് പറയുന്നത്. എനിക്ക് വേണ്ട, നീ കട എടുത്തോളൂ, എനിക്ക് തിരിച്ചു വേണ്ടാന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്നതാണ് റെമിഷൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിലും അവിടെ കൺസിഡറേഷൻ ആവശ്യമില്ല. ഓക്കെ, അതിനും കൺസിഡറേഷൻ കണക്കാക്കൂല. ഓക്കെ, താങ്ക് യു.